ഹായ് എവരിവൺ. ഇന്നത്തെ സെഷനില് യൂണിറ്റ് 1 പാർട്ട് 2 സെഷൻ ആണ്. പാർട്ട് 1 സെഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പാർട്ട് 1 സെഷനിൽ നമ്മൾ ജസ്റ്റ് ഈ യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കോൺസെപ്റ്റുകൾ, ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റും നമ്മൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ അത് കൂടാതെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷർമെന്റ് സ്കെയിൽസും നമ്മൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ടൈപ്സ് ഓഫ് മെഷർമെന്റ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. റേഷ്യോ സ്കെയിൽ, ഇന്റർവെൽ സ്കെയിൽ, പിന്നെന്താണ് നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് സ്കെയിൽസ് ഉണ്ട് എന്നാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇനി ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് ഡാറ്റയെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി നടത്തുമ്പോൾ, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനം നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താണ്, ഡാറ്റയാണ് അല്ലെ. ആ ഡാറ്റ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ ആണ്. ആ ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കണം, നല്ല റിലയബിൾ ആയിരിക്കണം, റെലവെന്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കണം നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് എന്ത്, കളക്ഷൻ ഓഫ് ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴും നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ പഠനം കഴിയുമ്പോൾ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ കഴിയുമ്പോൾ നമുക്കത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും തരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പഠനം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല, അത് യൂസ്ലെസ് ആയിട്ട് മാറുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമ്മൾ പല വഴികളിലൂടെയാണ് നമ്മൾ എന്താക്കുന്നത്, കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി നടത്തുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ പ്ലാൻ ചെയ്യണം അല്ലെ, പ്ലാനിങ് വേണം. അതുപോലെ തന്നെ നമുക്ക് ആ പ്ലാനിങ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നും നമ്മൾ കൃത്യമായിട്ട് എന്താകണം, ആലോചിക്കണം അല്ലെ. അപ്പൊ ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ഒരുപാട് വേരിയസ് ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ഐറ്റംസിനെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എന്താണ്, സർവേ ഒക്കെ എന്താണ്, അതിന് ഒരു എക്സാമ്പിൾ ആണ്. അതായത് നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എങ്കിൽ ആ ഫാക്ടേഴ്സിനെ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റില്ല, ആ ഫാക്ടേഴ്സിൽ നിന്നും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മളൊരു സർവേ കണ്ടക്ട് ചെയ്തിട്ടായിരിക്കും അതിൽ നിന്ന് ഒരുപാട് ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്തുകൊണ്ട് അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ നടത്തുമ്പോൾ അതിന് 2 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ നടത്തുമ്പോൾ അതിന് 2 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത് പ്ലാനിങ് സ്റ്റേജും 2 എന്ന് പറയുന്നത് എക്സിക്യൂഷൻ സ്റ്റേജുമാണ്. പ്ലാനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എത്തരത്തിലുള്ള ഡാറ്റയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ കളക്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം അല്ലെ. അതായത് പ്രൈമറി സോഴ്സിലൂടെയാണോ സെക്കൻഡറി സോഴ്സിലൂടെയാണോ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് എന്ന് ഒരു ഇൻവെസ്റ്റിഗേറ്റർ നിർബന്ധമായിട്ടും പ്ലാൻ ചെയ്തിരിക്കണം. അപ്പം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ആര് തീരുമാനിക്കണം, നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റർ തീരുമാനിക്കണം. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ഒരു പഠനം നടത്തുമ്പോൾ, ഒരു എൻക്വയറി നടത്തുമ്പോൾ അതിന്റെ സ്കോപ്പ് എന്താണ്, എന്ത് ഒബ്ജക്റ്റീവ് ആണ്. നമ്മൾ ഈ പഠനം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എയിം ഉണ്ടാകും, നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാകും. നമ്മളൊരു പഠനം നടത്തുന്നെങ്കിൽ ആ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു ഇൻവെസ്റ്റിഗേറ്ററിന് ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ എയിം എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മുടെ ഈ ഒരു പഠനം നടത്തുന്നത് കൊണ്ടുള്ള സ്കോപ്പ് എന്താണ് എന്ന് ഒരു ഇൻവെസ്റ്റിഗേറ്ററിന് കൃത്യമായിട്ട് ആൻസർ കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ ഒരു എൻക്വയറി റൈറ്റ് ഡയറക്ഷനിലേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് ആ ഒരു ഇൻവെസ്റ്റിഗേറ്ററിന് കഴിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഒബ്ജക്റ്റീവ് ആദ്യം നമ്മൾ എന്താക്കണം, കണ്ടുപിടിക്കണം. അതിന്റെ സ്കോപ്പ് എന്താണ് എന്നും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ
നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റുള്ളൂ, ഡാറ്റ കളക്ഷന് വേണ്ടി പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി എത്രത്തോളം ഡാറ്റ നമുക്ക് ആവശ്യമാണ് എന്നതിനെ കുറിച്ചും ഒരു ഇൻവെസ്റ്റിഗേറ്റർ വെരി ക്ലിയർ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ എത്രത്തോളം കളക്ട് ചെയ്യണം എന്ന് ആർക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ, ഈ ഇൻവെസ്റ്റിഗേറ്ററിന് ഉറപ്പുവരുത്താനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്. നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മൾ പഠനം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഏരിയയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? അത് പ്രൈമറി സോഴ്സിൽ നിന്നാണോ അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സിൽ നിന്നാണോ നമുക്ക് കിട്ടുന്നത് എന്ന് ഒരു ഇൻവെസ്റ്റിഗേറ്റർ തീരുമാനിക്കണം. ആ ഇൻവെസ്റ്റിഗേറ്ററിനുള്ള ചോയ്സ് ആണ് എന്ത്, പ്രൈമറി സോഴ്സ് ആണോ അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സ് ആണോ അദ്ദേഹം എടുക്കേണ്ടത് എന്നുള്ളത്. പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സോഴ്സ് ആണ് എന്ത്, അല്ലെങ്കിൽ ഡാറ്റയാണ് എന്ത്, പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ ആയിരിക്കും എന്ത്, സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഇൻവെസ്റ്റിഗേറ്റർ എന്ത് തീരുമാനിക്കണം, ഈ ഒരു ചോയ്സ് എടുക്കണം, പ്രൈമറി സോഴ്സ് ആണോ അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സിൽ നിന്നാണോ അദ്ദേഹം ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കണം. ഓക്കെ, അടുത്തതാണ് എന്തെന്ന് പറയുന്നത് വാട്ട് ഷാൽ ബി ദി നേച്ചർ ഓഫ് എൻക്വയറി. നമ്മുടെ എൻക്വയറിയുടെ നേച്ചർ എന്താണ്? നമ്മൾ ആദ്യം പ്രൈമറി സോഴ്സ് ആണോ സെക്കൻഡറി സോഴ്സ് ആണോ എന്ന് കണ്ടുപിടിച്ചു. ഇനി പ്രൈമറി സോഴ്സ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ നമുക്ക് ഈ പ്രൈമറി സോഴ്സിൽ നിന്ന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പ്രൈമറി സോഴ്സിൽ തന്നെ നമുക്ക് എന്തുണ്ട്, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ആ മെത്തേഡ്സിൽ ഏത് മെത്തേഡ് സ്വീകരിക്കണം, ഏത് നേച്ചർ സ്വീകരിക്കണം എന്നുള്ളതും ഒരു ഇൻവെസ്റ്റിഗേറ്ററിന്റെ ചോയ്സ് ആണ്. അതിൽ ഒന്നാമത്തെയാണ് സെൻസസ് ഓർ സാമ്പിൾ ഇൻക്വയറി എന്ന് പറയുന്നത്. സെൻസസ് മെത്തേഡിൽ എന്താണ്, നമ്മുടെ ഒരു പോപ്പുലേഷനിലുള്ള ഈച്ച് ആൻഡ് എവറി ഐറ്റത്തിനെയും അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിനെയും നമ്മൾ എക്സാമിൻ ചെയ്യുന്നതാണ് സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ സാമ്പിൾ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എന്താക്കുന്നു, ഒരു സാമ്പിളിനെ എടുക്കുന്നു. ആ സാമ്പിളിൽ എന്തായിരിക്കും, കുറച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഐറ്റം ആയിരിക്കും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള ഒരു സാമ്പിളിനെ എന്താക്കുന്നു, എക്സാമിൻ ചെയ്തുകൊണ്ട് അത് ഒരു പോപ്പുലേഷനിലേക്ക് നമ്മൾ എന്താക്കുന്നു, കണക്ട് ചെയ്യുന്നതിനെയാണ് സാമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻക്വയറി എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഇൻക്വയറി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലായിരിക്കും കൂടുതലായിട്ടും ഡയറക്റ്റ് ഇൻക്വയറി നടത്തുന്നത്. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ലഭിക്കേണ്ട ഡാറ്റകൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് തന്നെ ഒബ്സർവ് ചെയ്തിട്ട് വേണം എന്താക്കാൻ, കളക്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ടിവിയുടെ സെയിൽസ്, ആ ടിവിയുടെ സെയിൽസ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. ആരോടെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ടേം, ആ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് നമുക്ക് കിട്ടില്ല. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ടിവിയുടെ സെയിൽസിനെ കുറിച്ചുള്ള ഡാറ്റാസ് അവൈലബിൾ ആകുള്ളൂ. സെക്കൻഡ് ആണ് എന്ത്, ഇൻഡയറക്റ്റ് ഇൻക്വയറി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇൻഡയറക്റ്റ് ഇൻക്വയറി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോകുമെന്നും വേണ്ട, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താക്കാം, ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഡാറ്റ കിട്ടും. ഫോർ എക്സാമ്പിൾ ആണ് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഇന്റലിജൻസ് അല്ലെങ്കിൽ അവരുടെ മാർക്സ്, അതൊക്കെ നമുക്ക് എന്താക്കാനായിട്ട് പറ്റും. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ ഇന്റലിജൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എങ്കിൽ നമ്മൾ അവരുടെ ഇന്റലിജൻസിനെ എന്ത് വെച്ചാൽ ജഡ്ജ് ചെയ്യുക, അവർ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള മാർക്ക് വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ അവരുടെ മാർക്ക് കിട്ടണമെങ്കിൽ അവർ പഠിക്കുന്ന സ്കൂളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ പോയിട്ടുണ്ട് എങ്കിൽ അവരെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, പോകണം എന്നൊന്നും ഇല്ല അല്ലെ, നമുക്കൊന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ മാർക്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതാണ് ഇൻഡയറക്റ്റ് ഇൻക്വയറി എന്ന് പറയുന്നത്. അടുത്താണ് ഒറിജിനൽ ഓർ റിപ്പിറ്റേറ്റീവ് ഇൻക്വയറി. അതായത് എന്താണ്, ഒറിജിനൽ ഇൻക്വയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ ആ ഒരു ഇൻക്വയറി കണ്ടക്ട് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് ഒറിജിനൽ ഇൻക്വയറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ വീണ്ടും 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 നമ്മൾ എന്താക്കാണ്, കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ഇൻക്വയറി വീണ്ടും 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 കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെന്തായിട്ട് മാറുന്നു, റിപ്പിറ്റേറ്റീവ് ആയിട്ട് മാറുന്നു. ഇനി ഓപ്പൺ ഓർ കോൺഫിഡൻഷ്യൽ ഇൻക്വയറി ആണ്. ഓപ്പൺ ഇൻക്വയറി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഡാറ്റാസ് എന്തായിരിക്കും, പബ്ലിക് ആയിരിക്കും. നമുക്ക് ആരുടെയും എന്താക്കാൻ വേണ്ടി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതോ ആരുടെങ്കിലും പോയിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്പൺ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ആ ഡാറ്റാസ് കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മളെ പോപ്പുലേഷൻ, നാഷണൽ ഇൻകം, ഇവയെ കുറിച്ചുള്ള ഡാറ്റാസ് ഒക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് സൈറ്റിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഈ കോൺഫിഡൻഷ്യൽ ഇൻക്വയറി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. നാഷണൽ സെക്യൂരിറ്റി മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്താകുന്നുണ്ട്, കോൺഫിഡൻഷ്യൽ ആക്കി വെക്കുന്നുണ്ട്, പബ്ലിക് ആക്കാതെ വെക്കുന്നുണ്ട് ഒരുപാട് ഗവൺമെന്റ്സ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാഷണൽ ഡിഫൻസിനെ
കുറിച്ചുള്ള ഡാറ്റ, അറ്റോമിക് എനർജിയെ കുറിച്ചുള്ള ഡാറ്റ, സ്പേസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഡാറ്റയൊന്നും അവരെന്താക്കില്ല, പബ്ലിക് ആക്കില്ല. കാരണം എന്താണ്, അത് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഡാറ്റ എന്തായിരിക്കും, കോൺഫിഡൻഷ്യൽ എൻക്വയറി ആയിരിക്കും. അതിന് നമ്മൾ ഒരു ഗവൺമെന്റ് ബോഡിയെ സമീപിച്ചുകൊണ്ട് അവരുടെ പെർമിഷൻ വാങ്ങിക്കൊണ്ട് മാത്രമേ, നമ്മുടെ പർപ്പസ് ഒക്കെ അവരെ അറിയിച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുള്ളൂ, അതിനെക്കുറിച്ചുള്ള ഡാറ്റാസ് ലഭിക്കുകയുള്ളൂ. ഇനി വാട്ട് ഷാൽ ബി ദി സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓർ കൗണ്ടിങ്, അല്ലെ? അതായത് എന്താണ്, നമ്മൾ ഒരു ഇത് നടത്തി, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ് എന്താണ് എന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ആട്രിബ്യൂട്ട് ആണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ആണ് എന്ത്, സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട് എങ്കിൽ അവരുടെ കോമൺ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ മെഷർ ചെയ്തതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും നമ്മൾ ഇതുപോലെ എന്താക്കുന്നത്, അത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുന്നു, ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ഐറ്റത്തിനെ നമ്മൾ അവരുടെ സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സിനെ എന്താക്കുന്നു, മെഷർ ചെയ്യുന്നതിനെയാണ്, ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു പേഴ്സണ് തന്നെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും, അല്ലെ? ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാകും. അയാളുടെ ഹൈറ്റ്, അയാളുടെ വെയിറ്റ്, അയാളുടെ ഇൻകം, ഇതൊക്കെ എന്താണ്, അയാളുടെ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെ? ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റിന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണ് എങ്കിൽ എന്താണ്, ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിന്റെ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സ്പെസിഫൈ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താക്കുകയാണ്, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ മെഷർമെന്റ് എന്ന് പറയുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, നമ്മളൊരു എൻക്വയറി നടത്തുമ്പോൾ, നമ്മളൊരു ഡാറ്റ കളക്ഷൻ നടത്തുമ്പോൾ അതിന് ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യമാണ് എന്നുള്ളതാണ്. അടുത്താണ് എന്താണ് ഡിഗ്രി ഓഫ് ആക്യുറസി എന്ന് പറയുന്നത്. അതായത് വേരിയസ് ഇക്കണോമിക് സ്റ്റഡീസ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസിലൊക്കെ എന്താണ് അബ്സല്യൂട്ട് ആക്യുറസി എന്ന് പറയുന്നത് ആവശ്യമാണെങ്കിൽ കൂടിയും അതെന്താണ്, ഇമ്പോസിബിൾ ആണ്. പോപ്പുലേഷൻ ഡാറ്റയിലൊക്കെ ടിൽ ദി ലാസ്റ്റ് മാൻ, അതായത് ഒരു പോപ്പുലേഷനെ കുറിച്ചുള്ള ഒരു പഠനമാണ് എങ്കിൽ അതിൽ ആ അവസാനത്തെ മനുഷ്യനും അവസാനത്തെ മനുഷ്യൻ വരെ ആ ഒരു ആക്യുറസി നിലനിൽക്കണം എന്നുള്ളത് ആവശ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഡിഗ്രി ഓഫ് ആക്യുറസി നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഡാറ്റ കളക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, അല്ലെ? ആ ഡിഫറെന്റ് മെത്തേഡ്സിനിടയിൽ ഏത് മെത്തേഡ് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ അത് നമ്മുടെ ചോയ്സ് ആണ്. അപ്പൊ അത് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഈ ഡിഗ്രി ഓഫ് ആക്യുറസി ആവശ്യമാണ് എന്നുള്ളതാണ്. ഒരു തവണ നമ്മൾ ആ ഡിഗ്രി ഓഫ് ആക്യുറസി ഡിസൈഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു സർവേയിൽ ത്രൂ ഔട്ടും നമ്മൾ എന്താക്കണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്ലാനിങ് സ്റ്റേജിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത രണ്ടാമത്തെ സ്റ്റേജ് ആണ് എന്ത്, എക്സിക്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെ? പ്ലാനിങ് സ്റ്റേജിന് ശേഷം വരുന്നതാണ് എന്ത്, എക്സിക്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എന്താക്കണം, ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെ? നമ്മൾ അത് കൊണ്ടുവരണം. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത്, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത്. അതായത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമുക്കുള്ള വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണം. നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണം. ആ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ആണ്. ആ അത്തരത്തിലുള്ള ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഷെഡ്യൂൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ലാർജ് ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത്തരത്തിലുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്താക്കുന്നത്, ആശ്രയിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്, സെലക്ഷൻ ആണ് ട്രെയിനിങ് ഓഫ് ഫീൽഡ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അതായത് ഫീൽഡ് സ്റ്റാഫിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ് ഇന്റർവ്യൂവേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അല്ലെങ്കിൽ റിസർച്ച് സ്റ്റാഫ് അല്ലെങ്കിൽ എന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യുന്നത്, അവരെ നമ്മൾ സെലക്ട് ചെയ്യണം, അവരെ നമുക്ക് ട്രെയിനിങ് കൊടുക്കണം, അല്ലെ? അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, റെസ്പോണ്ടൻസിനെ ഡിഫറെന്റ് വേസിൽ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇവർ പ്രോപ്പർലി ട്രെയിൻഡ് ആയിരിക്കണം, അല്ലെ? അവർ ഭയങ്കര ഹോണസ്റ്റ് ആയിരിക്കണം, അവർ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. അത്തരത്തിലുള്ള ആളുകളെ
മാത്രമേ അവരെന്താക്കുള്ളൂ സെലക്ട് ചെയ്യുകയുള്ളൂ. ഈ ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ റിസൾട്ട്, നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, മിസ്ലീഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു സർവേയിൽ നിന്ന് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുന്നു, ഫീൽഡ് സ്റ്റാഫിനെ എന്താക്കുന്നു, സെലക്ട് ചെയ്യുന്നു, അവരെ ട്രെയിൻ ചെയ്യുന്നു, എന്നിട്ട് അവരെ നമ്മൾ എന്താക്കുകയാണ്, ഫീൽഡിലേക്ക് വിടുകയാണ്, ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുകയാണ്. അപ്പൊ അവർക്ക് കൂടുതലായിട്ടും അവർ എങ്ങനെയുള്ള ആളുകളായിരിക്കും, ഓരോ റെസ്പോണ്ടൻസിന്റെയും ലാംഗ്വേജ് ഫെമിലിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും, ഒരുപാട് പേഷ്യൻസ് ഉള്ള ആളുകളായിരിക്കും, ഈ റെസ്പോണ്ടൻസിനെ നന്നായിട്ട് ഡീൽ ചെയ്യാൻ കഴിവുള്ള ആളുകളെ ആയിരിക്കും എങ്ങോട്ടേക്ക് വിടുന്നത്, ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്നത്. അടുത്താണ് സൂപ്പർവിഷൻ ഓഫ് ഫീൽഡ് സ്റ്റാഫ്. നമ്മൾ ഫീൽഡ് സ്റ്റാഫിനെ എന്താക്കിയാൽ മാത്രം പോരാ, സെലക്ട് ചെയ്താൽ മാത്രം പോരാ, അവർ നമ്മൾ എന്താണ് സൂപ്പർവൈസ് ചെയ്യണം. സൂപ്പർവൈസ് ചെയ്യാൻ കുറച്ച് എക്സ്പേർട്സ് ഉണ്ടാകും അല്ലെ. അതായത് നമുക്ക് റെസ്പോണ്ടൻസിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റ, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലെ. അപ്പൊ നേരിട്ട് പോയിട്ട് റെസ്പോണ്ടൻസിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഹോട്ടൽ റൂമിൽ നിന്ന് ഫിക്ഷണലി നമ്മൾ ഫില്ല് ചെയ്തതിനേക്കാൾ എന്തായിരിക്കും, മോർ റിലയബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ്പേർട്സ് എന്താക്കണം, ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ ഫീൽഡ് സ്റ്റാഫ്സ് ഫീൽഡ് വർക്കിൽ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ചും ഈ എക്സ്പേർട്സ് എന്താക്കണം, ക്ലാരിഫിക്കേഷൻസ് വരുത്തണം. ഇനി നമ്മൾ ഈ ഒരു ഫീൽഡ് സർവേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് നോൺ റെസ്പോൺസ് പ്രോബ്ലം എന്ന് പറയുന്നത്. നോൺ റെസ്പോൺസ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റെസ്പോണ്ടന്റ് ലിസ്റ്റ് ഉണ്ടാകും അല്ലെ, അതിൽ ഏതെങ്കിലും ഒരു റെസ്പോണ്ടന്റ് അവൈലബിൾ ആയിട്ടില്ല എങ്കിൽ നമുക്ക് അവിടെ എന്ത് വരുന്നു, ഒരു നോൺ റെസ്പോൺസ് പ്രോബ്ലം വരുന്നു. അതിന് നമുക്ക് മറ്റൊരാളുമായിട്ട് ആ ഒരു റെസ്പോണ്ടന്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം എന്താണ്, നമ്മൾ ഈ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റെസ്പോണ്ടൻസിന് എന്തുണ്ട്, ഒരു റാൻഡം ക്യാരക്ടർ ഉണ്ട്. നമ്മൾ വേറൊരാൾ അത് റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ റാൻഡം ക്യാരക്ടർ സ്പോയിൽ ആവാനുള്ള ചാൻസ് ആണ് ഉള്ളത്. അത് നമുക്ക് മിസ്ലീഡിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടാനായിട്ട് കാരണമാകും. ഓക്കെ, അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു നോൺ റെസ്പോൺസ് പ്രോബ്ലം കാരണം, അതായത് ചില ക്വസ്റ്റ്യൻസിനൊന്നും നമുക്ക് എന്ത് കിട്ടുന്നില്ല, ആൻസർ കിട്ടുന്നില്ല, അൺആൻസേർഡ് ആയിരിക്കും അല്ലെങ്കിൽ പാർട്ട്ലി ആൻസേർഡ് ആയിരിക്കും. അതും നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റില്ല, റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ നമ്മുടെ പ്ലാനിങ് സ്റ്റേജ് കഴിഞ്ഞു, അതുപോലെ തന്നെ എക്സിക്യൂഷൻ സ്റ്റേജും കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഡാറ്റ എന്താക്കുന്നു, അറേഞ്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ജോബ് എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഡാറ്റ അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് എഴുതണം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട്. നമ്മൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി അല്ലെങ്കിൽ ഒരു സർവേ എൻക്വയറി നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മെയിൻ ഫൈൻഡിങ്സ് മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കണം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് എഴുതണം. അതിൽ ആ റിപ്പോർട്ടിൽ നമ്മൾ എന്തൊക്കെ ഉൾക്കൊള്ളിക്കും, നമ്മുടെ കൺക്ലൂഷൻസ്, പോളിസി റെക്കമെൻഡേഷൻസ് ഒക്കെ നമ്മൾ എന്താക്കും, ആ ഒരു റിപ്പോർട്ടിന്റെ എൻഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. അതാണ് എന്ത്, ഈ ഒരു നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി നടത്തുമ്പോൾ പ്രധാനപ്പെട്ട സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ പ്രൈമറി സോഴ്സിലൂടെയും സെക്കൻഡറി സോഴ്സിലൂടെയും ഡാറ്റ കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ 2 ടൈപ്സ്, ഡാറ്റ കളക്ട് ചെയ്യുന്നതിന്റെ 2 ടൈപ്സ് ആണ് എന്ത്, പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷനിലൂടെയാണ് നമ്മൾ എന്താക്കുന്നത്, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താക്കുന്നു, ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്താക്കുന്നു, ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് എന്ത്, പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നതിനെയാണ് എന്ത്, പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. ഇത് ഒരു കോസ്റ്റ്ലി മെത്തേഡാണ് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോസ്റ്റ്ലി മെത്തേഡാണ്. ഭയങ്കര പൈസ ആവശ്യമാണ്, സമയം ഒരുപാട് ആവശ്യമാണ്, എഫേർട്ടും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്, ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി സോഴ്സിലൂടെയുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ നമ്മൾ വീണ്ടും എന്താക്കുന്നു, നമ്മുടെ പഠനത്തിന് ഉപയോഗിക്കുന്നു. അതിനെയാണ് എന്ത്, സെക്കൻഡറി സോഴ്സിലൂടെയുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മറ്റ് പീപ്പിൾസ് ചെയ്തു വെച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഓരോ ഗവൺമെന്റ്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരുപാട് എന്താണ് പബ്ലിക്കേഷൻസ്, അതിൽ നിന്നൊക്കെ നമ്മൾ എന്താക്കുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് എന്താക്കുന്നു, എടുക്കുന്നു. അതിനെയാണ് എന്ത്, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി ഡാറ്റയെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പബ്ലിഷ്ഡ് സോഴ്സസ് എന്നും അൺപബ്ലിഷ്ഡ് സോഴ്സസ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പബ്ലിഷ്ഡ് സോഴ്സസിൽ എന്തൊക്കെയാ വരുന്നത്, നമുക്ക് ഡിഫറെന്റ് ലെവലിലുള്ള ഗവൺമെന്റ് ഉണ്ട് അല്ലെ, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് കൗൺസിൽസ്, ഇവരൊക്കെ പബ്ലിഷ് ചെയ്യുന്ന പബ്ലിക്കേഷൻസ് എന്താണ്, പബ്ലിഷ്ഡ് സോഴ്സസ് ആണ്. പിന്നെ ഫോറിൻ കൺട്രീസിന്റെ പബ്ലിക്കേഷൻസ്,
അതുപോലെ തന്നെ IMF, യുനെസ്കോ, WHO പോലെയുള്ള ഇന്റർനാഷണൽ ബോഡീസിന്റെ പബ്ലിക്കേഷൻസ്, പിന്നെന്താണ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ലോക്കൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ തന്നെ RBIന്റെ പബ്ലിക്കേഷൻസ്, അതർ ബാങ്ക്സിന്റെ പബ്ലിക്കേഷൻസ്, LIC, ട്രേഡ് യൂണിയൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് പോലെയുള്ള കാര്യങ്ങളുടെ പബ്ലിക്കേഷൻസ്, ഇതൊക്കെ എന്താണ് പബ്ലിഷ്ഡ് സോഴ്സസ് ആണ്. ഇനി അതുപോലെ തന്നെ എന്താണ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇക്കണോമിസ്റ്റുകൾ, റിസർച്ച് സ്കോളേഴ്സ്, യൂണിവേഴ്സിറ്റീസ്, കമ്മീഷൻസ്, അതൊക്കെ എന്താണ് അത് പബ്ലിക് ആണ് എങ്കിൽ നമുക്ക് അവരുടെ റിപ്പോർട്ട്സ് നമുക്ക് എന്താക്കാം, നമുക്ക് സെക്കൻഡറി ഡാറ്റയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഇന്ത്യയിൽ പബ്ലിഷ്ഡ് ഡാറ്റയുടെ പ്രധാനപ്പെട്ട സോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. അതായത് നമ്മുടെ നാഷണൽ ഇൻകത്തിനെ കുറിച്ചും സേവിങ്സിനെ കുറിച്ചും ക്യാപിറ്റൽ ഫോർമേഷനെ കുറിച്ചും ഒക്കെയുള്ള ഡാറ്റ പബ്ലിഷ് ചെയ്യുന്നതാരാണ്? CSO ആണ്. അപ്പം ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? നാഷണൽ അക്കൗണ്ട്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന്. അതാണ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് പറയുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് എന്തിന് കീഴിലാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് കീഴിലാണ്. നമ്മുടെ നാഷണൽ ഇക്കോണമിയുടെ ഡിഫറെന്റ് ആസ്പെക്റ്റുകളെ കുറിച്ചുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് NSSO ആണ്. അതായത് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ലേബർ ആൻഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് NSSO ആണ്. അടുത്തതാണ് എന്ത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ. RBI ഒരുപാട് പബ്ലിക്കേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. RBIയുടെ പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻസ് ആണ് ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ ഇക്കോണമി, ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ്, RBI ബുള്ളറ്റിൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ് റിലേറ്റിംഗ് ടു ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇതൊക്കെ എന്താണ്? RBIയുടെ പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻസ് ആണ്. ഇതും എന്താണ്? ഒരു പബ്ലിഷ്ഡ് സോഴ്സസ് ആണ്. പിന്നെ ലേബർ ബ്യൂറോ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള പബ്ലിക്കേഷൻസ് ആണ്. ഇന്ത്യൻ ലേബർ ഇയർ ബുക്ക്, ഇന്ത്യൻ ലേബർ ജേർണൽ, ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ലേബർ ബ്യൂറോ ആണ്. പിന്നെ പോപ്പുലേഷൻ സെൻസസ് ആണ്. ഒരു രജിസ്ട്രാർ ജനറലിന് കീഴിലും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലുമാണ് നമ്മളൊരു പോപ്പുലേഷൻ സെൻസസ് നടത്തുന്നത്. അപ്പം നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, പോപ്പുലേഷനെ കുറിച്ചുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പോപ്പുലേഷൻ സെൻസസ് ആണ്. ഇനി അൺപബ്ലിഷ്ഡ് സോഴ്സസിൽ ഏതൊക്കെയാണ് വരുന്നത്? സർട്ടൻ എൻക്വയറി കമ്മിറ്റീസിന്റെ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫൈൻഡിങ്സ്, അതുപോലെ തന്നെ റിസർച്ച് വർക്കേഴ്സിന്റെ ഫൈൻഡിങ്സ്, അതുപോലെ തന്നെ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതായത് ട്രേഡ് അസോസിയേഷൻസ്, ലേബർ ഓർഗനൈസേഷൻസ്, ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് റുട്ടീൻ, ഇവരുടെയൊക്കെ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അൺപബ്ലിഷ്ഡ് സോഴ്സസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇനിയും നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ ഇന്നത്തെ സെഷനിൽ എന്തൊക്കെയാണ്? ഡാറ്റ കളക്ഷനെ കുറിച്ച് പറഞ്ഞു. അത് കൂടാതെ നമുക്ക് ഡാറ്റ കളക്ഷൻ നടത്തുമ്പോൾ പ്രധാനപ്പെട്ട സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2 ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ്? പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. അല്ലെ, സെക്കൻഡറി ഡാറ്റയിൽ തന്നെ പബ്ലിഷ്ഡ് സോഴ്സസും അൺപബ്ലിഷ്ഡ് സോഴ്സസും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത സെഷനിൽ കാണും വരെ താങ്ക് യു.